Hello, welcome to Market Discussion of the Day. Today, May 14, 2025, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഒരു റിമൈൻഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പുതിയൊരു ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ചയും നമ്മളെല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ചകളിൽ നമ്മുടെ പുതിയ ബാച്ചുകൾ ഉണ്ടാവും. ഓക്കെ, ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു പോവാണ്. ഓക്കെ, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ വെറുതെ മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കാതിരിക്കുക. അതേപോലെ തന്നെ പെയ്ഡ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് നിൻ്റെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ എല്ലാ ദിവസത്തെയും പോലെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഓക്കെ, ബേസിക്കലി ഒരു കലണ്ടർ ബേസ് ചെയ്തിട്ട് നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിലും നമ്മൾ ബാക്കിയുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡേ ആണെന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം വേറൊന്നുമല്ല, എന്താ പറയുക, നമ്മുടെ റഷ്യ ഉക്രൈൻ വാർ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു സീസ് ഫയർ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, റഷ്യൻ പ്രസിഡൻറ്റും ഉക്രൈൻ പ്രസിഡൻറ്റും ഇസ്താൻബുളിൽ വെച്ചിട്ട് ഒരു സമാധാന ചർച്ച, ഒരു സീസ് ഫയർ, അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസത്തേക്കെങ്കിലും ഉള്ളൊരു സീസ് ഫയർ നടക്കാനായിട്ടുള്ളൊരു പോസിബിലിറ്റി നാളെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഒരിക്കലും മാർക്കറ്റിൽ സ്റ്റക്കായി പോവാതിരിക്കാൻ നോക്കുക. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പം അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വട്ടം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. 11ാമത്തെ വട്ടം നമ്മളുടെ എല്ലാ പ്രോഫിറ്റും അടിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം എന്തിനാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്? അപ്പം അത് വലിയൊരു നഷ്ടങ്ങളിലോട്ട് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് പേഴ്സണലി സംഭവിച്ചത് കൊണ്ടിട്ടാണ് ഇത് വീണ്ടും പറയുന്നത്. അതുകൊണ്ടിട്ട് നാളത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് സൗദി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തെ ദിവസത്തെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, എല്ലാ വെനസ്ഡേയും വരുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം എന്താ പറയുക, നമ്മൾ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ നാളെ ഹമാസ് ഇസ്രയേൽ വാറിൻ്റെയും ഒരു മീറ്റിംഗ് നടക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതൊക്കെ എന്തായി തീരും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് പോകണം. ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൂടെ മനസ്സിലാക്കി പോകണം. നാളത്തെ ഫണ്ടമെൻ്റൽ സൈഡിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ്ഡുള്ള ഫണ്ടമെൻ്റൽ സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ UK GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. രാവിലെ ഇന്ത്യൻ ടൈമിംഗ് UK ടൈമിംഗ് 7 മണിക്കാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അപ്പം GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നാളെ രാവിലെ ഇന്ന് രാത്രി തന്നെ മാറി നിൽക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും മനസ്സിലാക്കുക. കാരണം UK ടൈമിംഗ് 7 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് നാളെ എല്ലാ വ്യാഴാഴ്ചയും വരുന്നതിൽ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് റീറ്റെയിൽ സെയിൽസ് ആണ്. ഓക്കെ, ഉച്ചയ്ക്ക് 1:30 മണി UK ടൈമിംഗ് 1:30 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അതിനുശേഷം 1:40 ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് ഉണ്ട്. അതിൽ പുള്ളിക്കാരൻ എന്തൊക്കെ വിളിച്ച് പറയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ നാളെ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് UK ടൈമിംഗ് ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് ഇന്ത്യൻ ടൈമിംഗ് ഒരു 5 മണിക്ക് മുന്നേ ആയിട്ടെങ്കിലും മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർന്ന് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. കാരണം ഫ്രൈഡേ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, സപ്പോസ് നാളെ എന്താ പറയുക, റഷ്യ ഉക്രൈൻ വാർ അലസിപ്പിരിയുകയാണ് എങ്കിൽ യൂറോ ഒക്കെ ഒറ്റയടിക്ക് താഴെ പോകുന്നത് കാണാം. നേരെ മറിച്ച് സീസ് ഫയർ വരികയാണെങ്കിൽ ചിലപ്പോൾ മീറ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന 1.100 ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ യൂറോയിലോട്ട് അല്ലെങ്കിൽ ഞാൻ യൂറോ വെച്ച് തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ യൂറോയിലോട്ട് നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ
നിൽക്കുന്നത് 1.11961. സോ മെനഞ്ഞാന്ന് നമുക്ക് 1.1070 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ ലോങ്ങർ ടേമിലുള്ള ബൈ എടുക്കാനായിട്ടുള്ള സ്ഥലം 1.100 ആണ്. 1.100 ആണ് ഒരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം 1.100 എന്ന് പറയുന്ന ഒരു റേഞ്ച് കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട്. നാളത്തെ മീറ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ അത് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അങ്ങനെ നമുക്ക് 1.100 അവിടെ കിട്ടിയാൽ അവിടുന്ന് ഒരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. ഓക്കെ, മിനിമം ഒരു 1500 to 2000 പിപ്സിൻ്റെ പ്രോഫിറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സപ്പോസ് എങ്ങാനും മാർക്കറ്റ് ഈ ഒരു ചർച്ച അലസിപ്പോയാൽ എന്ത് സംഭവിക്കും? മാർക്കറ്റ് ഡൗൺ ആയി പോവും. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് കുറച്ച് കൂടുതൽ ഇട്ടോ, അതെല്ലാം നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നോർമലി ഇടേണ്ടത് 1.0960 താഴെയാണ്, 40 താഴെയാണ്. എങ്കിലും ഞാൻ പറയുന്നത് സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടെ താഴോട്ട് ഇടുന്നതും എന്താ പറയുക, വലിയ തെറ്റില്ലാത്ത കാര്യമാണ്. മിനിമം ഒരു 100 പിപ്പൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ലോങ്ങർ ടേമിലോട്ടാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, നേരെ നമ്മൾ നമ്മുടെ ജി ബി പിയിലോട്ട് വരുമ്പം GBP ഇന്നലെ നല്ലൊരു അപ് ട്രെൻഡ് കാണിച്ചു. ഓക്കെ, അപ് ട്രെൻഡ് കാണിച്ച് 100 മൂവിങ് ആവറേജിൻ്റെയൊക്കെ മുകളിലായിട്ട് മാർക്കറ്റ് കയറി എന്നുള്ളതൊരു അപ് ട്രെൻഡ്, വളരെ വലിയൊരു അപ് ട്രെൻഡ് തന്നെയാണ്. അതിൻ്റെ മാത്രമല്ല നമ്മുടെ ഇച്ചുമുക്കുവിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1.300 കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും റഷ്യ ഉക്രൈൻ വാറിനകത്തൊരു സീസ് ഫയർ സംഭവിച്ചാൽ താഴോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം 1.3300 ആണ്. ഇനി ഒരു 300 ഇവിടെ താഴെ പോയാലേ നമ്മുടെ ടാർഗറ്റഡ് ബൈയിങ് പ്രൈസ് വരുന്നുള്ളൂ അല്ലേ. സോ അതുകൊണ്ടിട്ട് എനിക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും 1.300 ആണ് നമുക്ക് നല്ലൊരു എൻട്രി പോയിന്റ് എന്ന് വീണ്ടും ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നമ്മളുടെ JPYയിലോട്ട് വരുമ്പോൾ JPY ഇന്നലെ നമ്മൾ പ്രോപ്പറായിട്ടൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 148 അവിടുന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 148.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെല്ലെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മിനിമം ഇന്നൊരു 100 പിപ്പിൻ്റെ എങ്കിലും മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ടേക്ക് പ്രോഫിറ്റ് 146.80 എന്ന് പറയുന്ന ടേക്ക് പ്രോഫിറ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പീസ്ഫുള്ളാണ്. ഓക്കെ, നമുക്ക് ആ പ്രോഫിറ്റ് എടുത്ത് മാറാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വീണ്ടും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട, പക്ഷേ മാർക്കറ്റ് ഉറപ്പായിട്ടും താഴോട്ട് തന്നെ 146 വീണ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു നല്ലൊരു സപ്പോർട്ടുള്ളത് 146 താഴെയായിട്ടാണ്. എങ്കിലും മേജർ സപ്പോർട്ട് 143.5 റേഞ്ചിലാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് JPYയിൽ പറയാനായിട്ടുള്ളത്. ഇത് ഓൾറെഡി ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, GBPയിൽ ഒരു കാരണവശാലും സെല്ലെടുക്കരുത്, തൽക്കാലത്തേക്കെങ്കിലും സെല്ലെടുക്കരുത്. കാരണം GBPയുടെ ഒരു ആസ് എ ഹോൾ ഒരു ചിത്രം ജസ്റ്റ് ഒന്ന് മാറി ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഒരു ലോങ്ങർ ടേം അപ് ട്രെൻഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് അടുത്തൊരു 100 പിപ്പെങ്കിലും അല്ലെങ്കിൽ ഒരു 150 പിപ്പ് 200 പിപ്പെങ്കിലും മുകളിലോട്ട് 1.3500 വരെയെങ്കിലും പോയിട്ടായിരിക്കാം മാർക്കറ്റ് തിരിച്ചു വരുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, എന്നും പറഞ്ഞ് ഇവിടുന്ന് ബൈ എടുക്കണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് 3232 നിൽക്കുന്നു. ഗോൾഡിൽ ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും 3200 കിട്ടിയാൽ ബൈ ചെയ്യാം. 3200 കിട്ടിയാൽ ബൈ ചെയ്യാം. ഓക്കെ, അതും ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് 3200 ബൈ ചെയ്യുക. 3180 നല്ലൊരു ബൈ ചെയ്യുക. കാരണം
അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ ബൈ പ്രസൻ്റ് ആണ്. ഓക്കെ, അവർ ഗിവപ്പ് ചെയ്താൽ മാത്രമേ 3180 താഴെ പോകത്തുള്ളൂ. അങ്ങനെ അവർ ഗിവപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം താരിഫിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ചൈന US തമ്മിലുള്ള താരിഫ്, ചൈനയ്ക്ക് US കൊടുത്തുകൊണ്ടിരുന്ന 145% താരിഫ് എന്ന് പറയുന്നത് കുറച്ച് 30% ആക്കി. അതേപോലെ തന്നെ ചൈന US കൊടുത്തുകൊണ്ടിരുന്ന 125% എന്ന് പറയുന്നത് വെട്ടിക്കുറച്ച് 10% താരിഫാക്കി എന്നുള്ളൊരു വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പം അതിൻ്റെ കൂടെ നാളെ റഷ്യ ഉക്രൈൻ വാറ് അത് എന്തെങ്കിലും ഒരു സീസ് ഫയർ നടന്നാൽ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഗിവപ്പ് ചെയ്ത് അവിടെ നിന്നുള്ള ബൈ പോയിന്റ് കളയാനായിട്ടുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ള കാര്യമാണ്. പക്ഷേ പല വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ വർഷത്തെ പ്രൈസ് അല്ലെങ്കിൽ ഈ അടുത്തൊരു ക്വാർട്ടറോട് കൂടി മിഡ് ഓഫ് ദ ഇയർ ആവുമ്പോൾ 3600 എങ്കിലും മാർക്കറ്റ് ടച്ച് ചെയ്യും, ഗോൾഡ് ടച്ച് ചെയ്യും എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്ന കാര്യം. ഓക്കെ, ഇവിടുത്തെ അനങ്ങാത്തതുകൊണ്ട് ഇവിടുത്തെ കറണ്ട് പോയി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്താ പറയുക, അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് പോവും. ഓക്കെ, സോ അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ എന്താ ഇതൊക്കെയാണ് ബേസിക്കലി പറയാനായിട്ടുള്ളത്. 3200, 3180 ഇത് രണ്ടുമാണ് ഞാൻ ബൈയിങ് പോയിന്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം ബൈ ചെയ്യണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ബൈ എടുക്കുന്നതല്ലേ നല്ലത് അല്ലേ? അപ്പം ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. എന്താ പറയുക, ഇന്ന് ട്രേഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഗോൾഡല്ല, ഏതൊരു കാര്യം ആയിക്കോട്ടെ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. കാരണം എന്തെങ്കിലും സംഭവിച്ച് നാളെ സീസ് ഫയർ ഉണ്ടായാൽ ഓക്കെ ഗോൾഡ് താഴോട്ട് പോകും. ഓക്കെ, യൂറോ ഒക്കെ മുകളിലോട്ട് പോകും, GBP മുകളിലോട്ട് പോകും. ഓക്കെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതായത് എക്കണോമിക്സിനെതിരായിട്ടൊക്കെയുള്ള ഒരു സിനാരിയോ ആയിരിക്കും നമ്മൾ കാണുക. ഓക്കെ, അതുകൊണ്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇടുമ്പോഴും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടാൻ നേരത്ത് മിനിമം ഒരു 1:2 സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഓവർ എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ചിലപ്പം എന്താ പറയുക ഒരു ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മളൊരു പ്രോഫിറ്റബിൾ ആണോ നമ്മൾ ലോസിലാണോ എന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തേണ്ടത്. ഓക്കെ, ഒരു ക്വാർട്ടർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എല്ലാ ക്വാർട്ടറിലും നമ്മൾ അങ്ങനെ ചെയ്താൽ പ്രോഫിറ്റ് ആയിരിക്കും. ഈവൻ നിങ്ങൾ ഒരു ടെക്നിക്കാലിറ്റീസ് നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾ 1:2 റേഷ്യോയിൽ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. ടേക്ക് പ്രോഫിറ്റ് എന്താ പറയുക, ഇത് വെക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ അത്യാവശ്യം ഇപ്പോൾ ഒരു 1:2 നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാവണം. ഓക്കെ, ഈ പറയുന്ന $1 നമുക്ക് സ്റ്റോപ്പ് ലോസും $2 ടേക്ക് പ്രോഫിറ്റും ആ ഒരു രീതിയിലൊന്നും വെക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് പ്രൊമോട്ട് ചെയ്യുക, നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് പ്രൊമോട്ട് ചെയ്യുക. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻ്റെ മെൻറ്റേഴ്സായിട്ടുള്ള ആൾക്കാരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്ലാസ്സിനെക്കാട്ടിലും അതിനുശേഷമുള്ള ലൈവായിട്ടുള്ള മാർക്കറ്റ് ഡിസ്കഷൻ സെഷൻസൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.